അപ്പോൾ നമ്മൾ വീണ്ടും എൻജി മൊണാസ്ട്രിയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് എൻജി മൊണാസ്ട്രിയുടെ ഹിസ്റ്ററി. അപ്പോൾ നമ്മളിവിടെ രൈതാനുണ്ട്. ഇതാണ് സ്ഥലം, എൻജി മൊണാസ്ട്രി. നമുക്കകത്തേക്ക് പോകാം രൈതേട്ടാ. അതെന്താണ് ഒരു അതെ അതെ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണ്. ടിബറ്റൻ ഇതിവിടുത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. आपका नाम क्या है भैया? इधर से सिक्किम से ही है. ओके. कितना साल इधर? बहुत साल हो गया. इंस्ट्रूमेंट का नाम क्या है? सारंगी. हाँ, ये है सारंगी. ये प्ले हो रहा है, बुद्धिस्ट मंत्र है. ओके. ओम माने पे में हो, ओम माने पे में हो, ओम माने पे में हो, ओम माने पे में हो. അപ്പോൾ ആ മന്ത്രമാണ് മ്യൂസിക്കായിട്ട് വായിക്കുന്നത്. അവരിപ്പോൾ പാടിയ മന്ത്രം. ആ രസമാണല്ലേ കേൾക്കാൻ. അവരിപ്പോൾ പാടിയ മന്ത്രമില്ലേ ഓം. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മന്ത്രം ഇതിൽ എഴുതിയിരിക്കുകയാണ്. ഇത് കറക്കുന്നത് ആ മന്ത്രം ചൊല്ലുന്നതിൻ്റെ തുല്യമാണ്. അതെ, ആ മന്ത്രം ചൊല്ലിട്ട് ഇത് അതായത് നമ്മൾ മന്ത്രം ജപിക്കണ പോലെ ഇവര് അതെ, അത് കറക്കുന്നു. അടിയിലത്തെ അത് പിടിച്ച് തിരിച്ചാൽ മതി. ആ പിടിയില്ലേ, അതാ ഇത്. ആ അതിനാണ്, അത് നടന്നുകൊണ്ടേ കറക്കിയാൽ മതി. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അതെ ഇതിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എയറിലൂടെ അങ്ങ് സ്പ്രെഡ് ആവും. അതാണ് വേറെ കൺസെപ്റ്റ് എന്ന് തോന്നുന്നു. പക്ഷേ ഈ മൊണാസ്ട്രി നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ പവർഫുള്ളാണ്. ഗുരു പരമസംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പ്രതിഷ്ഠിച്ച മഹാകാൽ ദേവണ്ട്, യതി ഗാർഡിയൻ ഡേറ്റ് ആയിട്ട് യതി വെച്ചിട്ടുണ്ട്, കാഞ്ചനജംഗ മൗണ്ടനെയും വെച്ചിട്ടുണ്ട്. അതായത് ഇതൊരു ഗേറ്റ് വേ ആണ്. ഒരുപാട് രഹസ്യങ്ങൾ നിൽക്കുന്ന, അതായത് ഒരു വലിയൊരു ജ്യോതി രഹസ്യമായി, അതായത് ഭാരതമായിട്ട് ബന്ധപ്പെട്ട ഒരു ജ്യോതി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാവൽ നിൽക്കുന്ന ദേവന്മാർ, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കുമാരികാണ്ട രഹസ്യങ്ങൾ, അതിൻ്റെ കാവൽ നിൽക്കുന്ന യതിദേവന്മാർ. അവർ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊരു ഗേറ്റ് ആണ് ശരിക്കും. ഒരു ഡോറാണ്. എല്ലാവരും കറക്കുന്നതാണ്. കൊണ്ടിരിക്കുകയാണ്. ഇത്തട്ടെ ഇതാന്ന് തോന്നുന്നു ആ മന്ത്രം അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ മന്ത്രം. എൻജി മൊണാസ്ട്രി. എൻജി മൊണാസ്ട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതല്ല മെയിൻ ബിൽഡിംഗ്,
ബാക്കിലാണ്. അതെ ഭയങ്കര നീറ്റാണ് അല്ലേ റീത്തേട്ടാ? ആ എന്താ പറയാ, ഒരു വലിയൊരു രഹസ്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഗേറ്റ് വേ. അവിടെ നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ? ആ അപ്പോൾ ഇതാണ് സ്പോട്ട്. എൻചി മൊണാസ്ട്രി. ഇതാണ് എൻചി മൊണാസ്ട്രിയുടെ മെയിൻ അമ്പലം. ഗുരു പരമസംഭവയുടെ വിഗ്രഹം ഇവിടെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, അവിടെയാണ് ഗാർഡിയൻ ഡേറ്റുകളെ, നമ്മളെ യതി മഹാകാൽ ദൈവത്തിനും ഗാർഡിയൻ ഡേറ്റുകളൊക്കെ വെച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പോവാം അല്ലേ? അത് അതൊന്ന് ഉള്ളോട്ടേക്ക് കേട്ടില്ല. കാണിക്കില്ല. ഗുരുകുമാരസംഭവ റീത്തേട്ടൻ ആദ്യം പോയതല്ലേ അല്ലേ? 2013 ഭൂട്ടാനിൽ പോയപ്പോഴാണ് ഗുരു പരമസംഭവം ആദ്യത്തെ. എനിക്കിത് രണ്ടാമത്തെയാണ്. ഭൂട്ടാനിൽ ഒരു ടൈഗർ നെസ്റ്റ് എന്ന് പറഞ്ഞൊരു മലയുണ്ട്, വലിയൊരു മലയാണ്. ഒരു 3-4 മണിക്കൂറൊക്കെ ആവും കയറാൻ. അത് എൻ്റെ അന്ന് പോണത് ഞാൻ ഇവിടേക്കാണ്. നമ്മുടെ സൂര്യസംഹാര ദിവസമാണ് ഭഗവാൻ അങ്ങോട്ട് അയക്കുന്നത്. അത് മല കയറി മുകളിലെത്തുമ്പോൾ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ആ മൊണാസ്ട്രി ഗുരു പരമസംഭവയ്ക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം 2 ഭാര്യമാരും. അവിടെ പോയി ആ എനർജി പോയിന്റിൽ 2013 പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഗുരു പരമസംഭവയുടെ വരുന്നത് ഞാൻ ഇപ്പോഴാണ് ഇവിടെയാണ്. അദ്ദേഹമാണ് ഭൂട്ടാനിലെ ടൈഗർ നെസ്റ്റ് ഉള്ള അദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് ഈ ഡേറ്റുകളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഒരു കണക്റ്റഡ് പ്ലേസുകളാണ് ശരിക്കും. ഇത് പിന്നെ ഇതിൽ യതി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് വിടില്ല നമ്മളെ, ക്യാമറ അലൗഡ് അല്ല. ഇതിൻ്റെ പുറത്തു നിന്നുള്ളത് ഇതാണ് വ്യൂ. ഇതാണ് മെയിൻ അമ്പലം അല്ലേ, മൊണാസ്ട്രി. അപ്പോൾ റീത്തേട്ടൻ തിരക്കിലാണ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ളത് കാണാം. മൊണാസ്ട്രിക്ക് ചുറ്റുള്ള കാഴ്ചയാണിത്. ഇത് ഫുള്ള് ബുദ്ധിസ്റ്റ് മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് ഫ്ലാഗിൽ. ചേട്ടാ അടുത്തത് ഇത് മഹാകാല. അതാണ് നമ്മുടെ ഇത് ഈ ബിൽഡിംഗ് സംഭവ അദ്ദേഹത്തിന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലം. ഈ സ്ഥലത്താണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതായത് മഹാകാൽ ദൈവത്തിനെയും പിന്നെ ഗാർഡിയൻ ഡേറ്റിയായിട്ട് കാഞ്ചനജംഗ പർവ്വതവും യതിയെ പ്രതിഷ്ഠിച്ച സ്ഥലം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലം. കാരണം ഇതാണ്, ഇത് ഗേറ്റാണ്, ഗേറ്റാണ്. ഒരുപാട് രഹസ്യങ്ങൾ യതികൾ കാവൽ നിൽക്കുന്നത്. അപ്പോൾ ഭഗവാൻ അയച്ചത് ഇവിടെ അവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ. അതും ഒരു അഗ്നിനെയാണ് അവർ, ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അഗ്നിനെയാണ് അത് ചെയ്യണത്, കാവൽ നിൽക്കുന്നത്. അഗ്നി ഭാരതമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ കുമാരിയാണ് രഹസ്യങ്ങളും വെച്ചതാണ്. ഒരു എന്താ പറയുക, ഒരുപാട് രഹസ്യങ്ങൾ, വേറെ ഡയമെൻഷൻ രഹസ്യങ്ങൾ, UFO ഏലിയൻ, അങ്ങനത്തെ ഒരുപാട് കണക്ഷൻസ് കടന്നു പോണ ഒരു വലിയൊരു ഏരിയയാണ് ഈ ഗേറ്റിന്റെ അപ്പുറത്തുള്ളത്. കേൾക്കുമ്പോൾ തന്നെ അവിടെയാണ് അദ്ദേഹം യതികളെ പോലെ യതികളെ കുറിച്ചിട്ട് അറിയാലോ, അത്രയും ശക്തരായ, ആത്മീയമായും ശാരീരികമായും ശക്തരായ ആൾക്കാരാണ്.
അപ്പോൾ അവരുടെ അനുഗ്രഹം മേടിക്കാനാണ് എത്തിയിരിക്കുന്നത്. അത് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ഈ ബിൽഡിംഗ്. ആ, അകത്തേക്ക് പ്രവേശനമില്ല വീഡിയോ എന്തായാലും. അപ്പം നമുക്ക് എന്തായാലും അകത്തേക്ക് പോയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ടെമ്പിൾ എന്ന് പറയാം. അതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയാണ്. ചിത്തട്ടപ്പോൾ പോവല്ലേ? ആ തീർച്ചയായും. എന്താ പറയുക, നമ്മളൊരു വലിയ രഹസ്യങ്ങളുടെ വാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ, യതിദേവന്മാരുടെ അനുഗ്രഹത്താൽ ഇനിയും മുന്നോട്ട് പോകണം. കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇരിക്കുന്നുണ്ട്. കുമാരികാന്റെ രഹസ്യം, നമ്മുടെ അടുത്ത യാഗത്തിന്റെ അഗ്നിയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അഗ്നിയാണ് ഇവിടെ ജ്വലിപ്പിച്ചുകൊണ്ട് നിർത്തുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാം ഭഗവാന്റെ തീരുമാനം, നമുക്കറിയില്ല. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത യാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന, അത്ര കാര്യങ്ങൾ, പിന്നെ സുഭാഷ് ചന്ദ്രബോസ് മഹാന്റെ കാര്യങ്ങൾ, കുമാരികാന്റെ രഹസ്യങ്ങൾ ഇവിടെയാണ്, ഇതിലാണ്, കാഞ്ചൻജംഗയിലാണ് എന്നുള്ളത് അറിഞ്ഞത്. ഒരുപാട് അറിവുകളും രഹസ്യങ്ങളും കിട്ടി. യതിദേവന്റെ അനുഗ്രഹത്താൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. എപ്പോഴും ടിബറ്റൻ സൈഡൊക്കെ ഒരുപാട് രഹസ്യങ്ങളുടെ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറകൾ എന്നൊക്കെ പറയാറുണ്ട്. കാലം മാറുന്നു, അതൊക്കെ പുറത്തേക്ക് പറഞ്ഞ ഒരു സമയം സഹായിച്ചിട്ട്. എന്നാലും പതിനാണ്ടവൻ എന്താ പറയുക, അദ്ദേഹത്തിന്റെ യുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് കൊടുക്കാൻ പോവുകയാണ് സമയമായിട്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അനുഗ്രഹത്തോടു കൂടിയിട്ട് അനുഗ്രഹത്തോടു കൂടി ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. സോ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ഫ്ലവർ എക്സിബിഷൻ കാണാൻ പോവാണ്. അവിടുന്ന് നേരെ ഹോട്ടൽ, എന്നിട്ട് നേരെ പിന്നെ നമ്മളൊരു ടിബറ്റോളജി സ്റ്റഡി സെൻ്റർ ഉണ്ട്, അവിടെ പോയിട്ട് തിരിച്ച് സിലിഗുരി പോകണമെന്ന്. അപ്പോൾ നമ്മൾ സിക്കിമിലെ ഒരു ഫ്ലവർ എക്സിബിഷനാണിത്. ഒരു ഇൻഡോർ സ്ഥലത്തായിട്ട്. ഈ ക്ലൈമറ്റിൽ മാത്രമേ നിൽക്കുള്ളൂ അല്ലേ രീതേട്ടാ? അത് തന്നെ. ഇൻഡോർ സെറ്റിങ്ങിൽ അവർ വെച്ചിരിക്കുകയാണ്. ഇത് ഒരുമിച്ച് കാണുമ്പോഴുള്ളൊരു രസമാണല്ലേ? അതെ അതെ അതാ ഇത്. സോ നെക്സ്റ്റ് നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയിലാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് ടിക്കറ്റ്. അമ്പോ ഇവിടെയും എത്തിയപ്പോൾ പെട്ടെന്ന് ഗുരു പരമസംഭവ പത്മസംഭവ, ഗുരു പത്മസംഭവ. അതെ അതെ, അതൊരു അതിശയം അല്ലേ? ടിബറ്റോളജി വന്നാണ്, ജസ്റ്റ് തിരിച്ചു പോകുമ്പോൾ കയറാന്ന് വിചാരിച്ച് കയറിയാണ്. നോക്കുമ്പം എവിടെ റീത്താട്ടിനെ കാത്ത് ഗുരു പത്മസംഭവ. ഇതാണ് ടിബറ്റോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ നമ്മൾ ഗാങ്ടോക്ക് വിടുകയാണ്. ഗാങ്ടോക്കിലെത്തതൊക്കെ കഴിഞ്ഞു.
വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി തിരിച്ച് പോകേണ്ടത് സിലിഗുരിയിലേക്കാണ്. കാരണം നാളെ ഏർലി മോർണിംഗ് ആണ് റിട്ടേണ്. അപ്പോൾ സിലിഗുരി ഇന്ന് തന്നെ എത്തണം. ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്ക് സിലിഗുരി എത്തിയില്ലെങ്കിൽ നാളെ രാവിലെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ന് ഈവനിങ് തന്നെ സിലിഗുരി എത്തുന്ന രീതിയിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവിടുന്ന് എപ്പോഴും പോകുന്ന NH4 അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് റോഡ് ഗതാഗതം നിർത്തി വച്ചിരിക്കുകയാണ്. സോ അതിലൂടെ പോകാൻ പറ്റില്ല. എക്സ്ട്രാ 4 മണിക്കൂർ ചുറ്റിയിട്ട് വേണം സിലിഗുരി എത്താൻ. അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ ഇറങ്ങി. ഇനി മിക്കവാറും കലിംപോങ് വഴി അല്ലെങ്കിൽ ഡാർജിലിംഗ് വഴിയാണ് അവിടെ എത്തേണ്ടത്. അടുത്ത അപ്ഡേറ്റ് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ കാണാം. അപ്പോൾ ഏതായാലും ഇപ്പോഴത്തേക്ക് ഗാങ്ടോക്കിന് വിടാം അല്ലേ റൈത്തേട്ടാ? ഗാങ്ടോക്കിന് പോവാണ്. ആണ്. സിക്കിം മീൻസ് ഗാങ്ടോക്കിൽ നിന്ന് കുറേ മെസ്സേജുകൾ സ്വീകരിക്കാൻ പറ്റിയെന്നാണ് റീത്തേട്ടാ? സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോവാണ്. അത് മൈക്കാണ് കേട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, വണ്ടിയിലാണ്. സോ അതാണ് ഇങ്ങനെ ഗാങ്ടോക്കിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ബൈ പറയാണ്. സോ ഇതാണ് ടീസ്റ്റ റിവർ. ടീസ്റ്റ നദിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ ഏതൊരു പാർട്ടിൽ ഒരു ലാൻഡ് സ്ലൈഡ് വന്നിട്ട് കല്ലൊക്കെ വീണിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഡൈവേർഷൻ എടുത്തിട്ട് വേറെ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഡാർജിലിംഗ് വഴി ചുറ്റിയിട്ടാണ് പോകേണ്ടി വരുന്നത്. ഇതാണ് ടീസ്റ്റ. സോ നമ്മൾ വഴി തിരിച്ചു വിട്ടു. ഡാർജിലിംഗ് വഴിയാണ് പോകുന്നത്, വേറെ വഴിയില്ല. ഇതോട്ടാ കൂടുതൽ ഓടണല്ലോ, ഒന്നും പറയാനില്ല. ചെറിയ വഴിയാണ്, ഡാർജിലിംഗിലേക്ക് പോവാണ്. ഡാർജിലിംഗ് വഴി പോകുന്നതുകൊണ്ട് ഡാർജിലിംഗ് കൂടി കാണാം. ഡാർജിലിംഗ് എത്തിയിട്ടുണ്ട്. മഞ്ഞ് തുടങ്ങി. ചെറിയ വില്ലേജസ് ആണ്. ഇതേട്ടാ പിന്നെയും തണുപ്പ് തുടങ്ങിയല്ലോ. അപ്പം ഇതാണ് ടോയ് ട്രെയിനിൻ്റെ പാലം. പക്ഷെ ഇപ്പോൾ ഇവിടെ സർവീസ് ഇല്ല ഈ ഏരിയയിൽ. ഡാർജിലിംഗിലെ പല ഭാഗത്തായിട്ട് ഇപ്പോഴും ടോയ് ട്രെയിനിൻ്റെ സർവീസ് ഉണ്ട്. ഇതാണ് ടോയ് ട്രെയിനിൻ്റെ പാലം. സോ ഡാർജിലിംഗ് എത്തിയപ്പോൾ ഇതാണ് ക്ലൈമറ്റ്. ഒന്നും കാണാനില്ല. പിന്നെയും ഷോപ്സൊക്കെ ഇതുപോലെ ചെറിയ ഷോപ്സാണ്. ഇത്തരം ഗ്ലാസ്സൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ആയിരിക്കുകയാണ്. വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞു. അപ്പോൾ ഇതാണ് ടോയ് ട്രെയിൻ. ടോയ് ട്രെയിനാണ്. ചെറിയ റോഡാണ്. ഈവനിങ് 2 സൈഡിലും ആൾക്കാരൊക്കെ ആയി. നല്ല കോൾഡാണ് ഇവിടെ. ക്ലൈമറ്റ് ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ നല്ല തണുപ്പായി ഇങ്ങോട്ടേക്ക്. ഇത് പുറത്തൊരു സ്ഥലമല്ല, ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. ടെർമിനൽ 2 ആണ്. അടിപൊളിയായിട്ടില്ലേ റീത്തേട്ടാ? സിംഗപ്പൂർ എയർപോർട്ട് ലുക്ക് പോലെ. സോ നമസ്കാരം. ഒരു പെട്ടെന്നുള്ളൊരു ട്രാവൽ കഴിഞ്ഞു തിരിച്ചെത്തിയിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസും കൂടി പറയാമെന്ന് വിചാരിച്ചു ഈ വീഡിയോയിൽ. മോർണിംഗ്, അതായത് അന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെ അന്ന് മോർണിംഗ് ആണ് രേതേട്ടൻ വിളിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട്, സോ സിക്കിമിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു സെക്കൻഡ് തോട്ട് എടുക്കാണ്ട് ഞാൻ ഓക്കെ പറയുകയും ചെയ്തു. എന്നിട്ട് ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇവിടുന്ന് നേരെ തൃശ്ശൂർ പോയി. തൃശ്ശൂരിൽ നിന്ന് രേതേട്ടൻ്റെ കൂടെ ബാംഗ്ലൂർ ടു ബഗ്ദോറ, അങ്ങനെയാണ് ഉണ്ടായത്. ഞാനിതിന് മുന്നേയും സിക്കിം ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് അവരോടും പറഞ്ഞു, ഞാൻ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞു, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്രാവശ്യം.
ഒരു എനർജി പോയിൻറ്റ്സിലേക്കുള്ളത് എനർജി പോയിൻ്റാണ് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ്, അത് എന്തോ ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമൊക്കെ എന്താ അടിച്ചു പൊളിക്കാൻ പോയായിരുന്നു. ഒരു ഗ്രൂപ്പ് ട്രാവൽ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന സമയം. അപ്പം ട്രാവൽ അവരെ ഗ്രൂപ്പിനെ കൂട്ടി പോയതായിരുന്നു. അതൊരു അടിച്ചുപൊളി ടൂർ അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യത്തെ എൻ്റയർലി ഡിഫറെൻ്റായി. എല്ലാ എക്സ്പീരിയൻസും ഭയങ്കര മാറ്റമായിരുന്നു. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് മൊണാസ്ട്രിയിൽ മഹാകാളിൻ്റെ പ്രതിഷ്ഠ, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയി. എനിക്കറിയില്ലായിരുന്നു അവിടെ എത്തുന്നവരവിടെ മഹാകാൾ ഉണ്ട് എന്നുള്ളതോ ഒന്നും അറിയില്ലായിരുന്നു. ബാബ ഹർഭജൻ സിംഗ് മന്ദിർ, അതും 13,000 അടി ഹൈറ്റിലുള്ള ഒരു ആർമി ടെമ്പിൾ. ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അവിടെയുള്ള ഷൂട്ട്, അവിടെ നിന്നുള്ള മെസ്സേജ്, റിട്ടേൺ ജേണി എല്ലാം ഒരു ഭയങ്കര ഡിഫറെൻ്റ്ലി ഒരു എക്സ്പീരിയൻസ് ആയി ശരിക്കും. എന്തായാലും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ്. ഇനിയും വ്ളോഗ് ചെയ്യാം. നെക്സ്റ്റ് ട്രാവലിൽ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ നെക്സ്റ്റ് സൺഡേ നമുക്കൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുക്കുക. കൂടുതൽ മെസ്സേജസ് അതിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. സോ ബാക്കി കാര്യങ്ങൾ എഴുതട്ടെന്ന് തന്നെ പറയും. ആ ഒരു മീറ്റിങ്ങിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. സോ അതുവരെ ഓം ശരവണഭവായ നമഃ.